തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അതല്ല സാഹചര്യം. തമിഴ്നാട്ടിൽ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്നത് TVK ആണ് എന്ന് പറയുമ്പോൾ പോലും അവർക്കും ഇപ്പോൾ അംഗബലത്തിൽ കുറവുണ്ട്. കാരണം നിലവിൽ 108 ഇടങ്ങളിൽ ആണ് TVKയ്ക്ക് വിജയിച്ചു കയറാൻ സാധിച്ചത്. അങ്ങനെ വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ പോലും നമുക്ക് ആ പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് TVKയുടെ പട്ടികയിൽ 108 അംഗങ്ങളുടെ പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും 2 ഇടങ്ങളിൽ വിജയ് തന്നെയാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ വിജയുടെ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ വിജയം എന്നത് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ അതിനെ കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ 107 MLA-മാർ എന്ന് സാങ്കേതികമായി നമുക്ക് പറയാൻ സാധിക്കും. 118ലേക്ക് എത്തണമെങ്കിൽ ഇനിയും പിന്തുണ ആവശ്യമുണ്ട്. കോൺഗ്രസിലെ 5 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആണ് വിജയ് സർക്കാർ രൂപീകരിക്കുമോ എന്നതിലെ സസ്പെൻസ് തുടരുകയും ചെയ്യുന്നത്. വിജയ് 2 തവണ സർക്കാർ രൂപീകരണ ആവശ്യവുമായി ഗവർണറെ കണ്ടു. പക്ഷേ 2 തവണയും ഗവർണറെ കണ്ടുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയെങ്കിലും വിജയുടെ അവകാശവാദത്തെ അംഗീകരിക്കുന്നില്ല. 118 പേരുടെ പിന്തുണ ഉറപ്പാക്കൂ എന്നതാണ് നിലവിൽ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യം എന്നതാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലെ പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണം സാധ്യമാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. TVKയുടെ 107നോടൊപ്പം ഇപ്പോൾ കോൺഗ്രസിൻ്റെ 5 പേരുടെ പിന്തുണ കൂടിയുണ്ട്. അപ്പോഴും അത് 112ലേക്ക് മാത്രമാണ് എത്തി നിൽക്കുന്നത്. ഇനി CPIM, CPI പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുമോ എന്നതിൽ വ്യക്തതയില്ല. പിന്നീടുള്ള ഒരു സാധ്യത എന്നത് AEADMKയിലെ വലിയൊരു വിഭാഗം ആളുകളും അല്ലെങ്കിൽ MLA-മാരും TVKയെ പിന്തുണയ്ക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ കൂറുമാറ്റ നിരോധന നിയമം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ 3-2 ഭൂരിപക്ഷത്തോടു കൂടിയ മാത്രമായിരിക്കണം ഈ MLA-മാർക്ക് TVKയ്ക്ക് ഒപ്പം ചേരാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആണ് തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും സജീവ ചർച്ചയാകുന്നത്. സർക്കാർ രൂപീകരണത്തിന് വിജയിക്ക് സാധിക്കുമോ എന്നതിൽ ഇപ്പോഴും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല. എല്ലാ തരത്തിലുമുള്ള ചർച്ചകളുണ്ട്. നിരവധി MLA-മാരെ ഒക്കെ റിസോർട്ടിലേക്ക് മുന്നണികൾ മാറ്റിയിട്ടുള്ള സാഹചര്യവും ആണ് ഇപ്പോൾ മുന്നിൽ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ TVK ഭരിക്കട്ടെ എന്നാണ് DMK പറയുന്നത്, പ്രത്യേകിച്ച് സ്റ്റാലിൻ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഭരിക്കാനുള്ള ഒരു അവസരം TVKയ്ക്ക് ലഭിക്കുക എന്നതിൽ ആണ് വ്യക്തതയില്ലാത്തത്. അവിടെ സാഹചര്യങ്ങൾ മറിയുന്ന ഒരു പശ്ചാത്തലം കൂടി ആണ് ഉള്ളത്. CV അനുമോദ് അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. പ്രത്യേകിച്ച് ചെന്നൈയിൽ നടക്കുന്നത് രാഷ്ട്രീയമായ ഒട്ടേറെ നാടകങ്ങൾ ആണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, TVKയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു മേൽക്കൈയിലേക്ക് എത്തേണ്ടതുണ്ട്. മറ്റു മുന്നണികളെ സംബന്ധിച്ച് അവരുടെ അംഗങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവർ കൂറുമാറുന്നത് ഒഴിവാക്കുക എന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ്. ഒപ്പം നിർണായകമാകുന്ന നിലപാടുകൾ CPI, CPIM പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് സ്വീകരിക്കേണ്ടതായി വരുന്നുണ്ട്. കാരണം ദേശീയ തലത്തിൽ അവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. DMKയുടെ സഖ്യത്തിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചത്. DMKയുടെ ഏറ്റവും വലിയ എതിരാളികളിൽ ഒന്നാണ് വിജയ് എന്നതുകൊണ്ട് തന്നെ വിജയെ പിന്തുണയ്ക്കുമ്പോൾ അത് വലിയ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങളും ഉണ്ടാക്കിയേക്കാം എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി, എന്തൊക്കെ നീക്കങ്ങളാണ് എന്നത് അറിയേണ്ടത്. ഇപ്പോഴിതാ CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ദിവസങ്ങളായി തുടരുന്ന അനിശ്ചിതത്വം ആണ്. 2 തവണ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. 118 അംഗങ്ങളുടെ പിന്തുണ നേടൂ എന്നതാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. എന്തൊക്കെ നീക്കങ്ങളാണ് തമിഴക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്നത് അനുമോദ്? അഭിലാഷ്, ഈ തമിഴിലെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള ട്വിസ്റ്റുകൾ അത് ഇനിയും വരുമോ സിനിമയെ അമ്പരപ്പിക്കുന്ന തരത്തിൽ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നേരത്തെ തന്നെ വിജയ് ഗവർണറെ കണ്ടെങ്കിലും അദ്ദേഹത്തിന് MLA-മാരുടെ പിന്തുണ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഗവർണർ നൽകിയത്. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി 6 പേരുടെ പിന്തുണ കൂടി വിജയ്ക്ക് നേടണം എന്നുള്ളതാണ്.
അതിൻ്റെ പ്രധാനമായിട്ടുള്ള യോഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് തമിഴ്നാട്ടിലെ ചെന്നൈയിലെ CPM-ന്റെ ഓഫീസിലാണ്. ഇവിടെ സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 അംഗങ്ങളാണ് CPM-നുള്ളത്. ഈ ഒരു യോഗത്തിന് ശേഷം സംസ്ഥാന സമിതി ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട്. ആ യോഗത്തിലെ ശേഷം മാത്രമേ CPM ഇവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ CPI-യുടെ യോഗവും ഇന്ന് അല്പസമയത്തിനകം ചേരുന്നുണ്ട്. CPM-ഉം CPI-യും പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ 4 അംഗങ്ങളുടെ പിന്തുണ കൂടി വിജയ്ക്ക് ലഭിക്കും. അതിന് പിന്നാലെ VCK-യുടെ പിന്തുണ കൂടി ലഭിക്കുകയാണെങ്കിൽ 6 അംഗങ്ങൾ ലഭിക്കുകയും 118 എന്ന സംഖ്യയിലേക്ക് വിജയ്ക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രൂപീകരണം, സർക്കാർ രൂപീകരണം എന്നുള്ളത് വലിയ വെല്ലുവിളിയാകാനുള്ള സാധ്യതയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം തന്നെയാണ്. ഈ ഇടതുപക്ഷങ്ങളുടെ പിന്തുണ അത് DMK-യെ സംബന്ധിച്ച് DMK-യുടെ നിർദ്ദേശത്തിൽ നിൽക്കുന്ന കക്ഷികളാണ് CPM-ഉം CPI-യും VCK-യും ഒക്കെ. ഒരുപക്ഷെ സ്റ്റാലിൻ ഈ ഒരു വിജയിക്ക് പിന്തുണ കൊടുക്കാനുള്ള ഒരു മൗനസമ്മതം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം അത്തരത്തിലൊരു ആലോചനയും നടക്കുന്നത്. എന്നാണെങ്കിലും ഇന്നത്തെ യോഗത്തിൽ ഈ കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ വിജയ്ക്ക് വലിയ പ്രശ്നങ്ങൾ കൂടാതെ തന്നെ സർക്കാർ രൂപീകരിക്കാനാകും. പക്ഷേ അപ്പോഴും വെല്ലുവിളികൾ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഈ 3 കക്ഷികൾ സ്വാഭാവികമായിട്ടും DMK-യുടെ നിയന്ത്രണത്തിലാകും. സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം ഇവരുടെ കൈവശം തന്നെയായിരിക്കും. ഒരുപക്ഷെ സ്റ്റാലിന് വിജയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ തന്നെയായിരിക്കാം സ്റ്റാലിൻ്റെയും ഒരുപക്ഷെ ഒരു ആലോചന ഉണ്ടാവുക. വിജയെ അദൃശ്യമായുള്ള കടിഞ്ഞാൺ വഴി നിയന്ത്രിച്ച് ഭരണം അവരുടെ കൈവശം തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് സ്റ്റാലിനും ഒരുപക്ഷെ ആലോചിക്കുക. അതല്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയ്ക്ക് ഇതിലും വലിയ ഭൂരിപക്ഷം ലഭിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടിയിലേക്ക് DMK-യും നീങ്ങുന്നത്. DMK-യുടെ സമ്മതത്തോടെ CPM-ഉം CPI-യും VCK-യും വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ തമിഴ്നാട്ടിൽ വിജയുടെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ ഈ CPM-ന്റെയും CPI-യുടെയും VCK-യുടെയും തീരുമാനങ്ങൾ. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ രാവിലെ വിജയുടെ പാർട്ടിയുടെ യോഗവും TVK-യുടെ യോഗവും തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നുണ്ട്. അതിലും ഇന്നലെ ചേർന്ന യോഗത്തിൽ പല തീരുമാനങ്ങളും എടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം നിയമപരമായിട്ട് ഇതിനെ നീങ്ങാനുള്ള ആലോചനകളായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ വിജയ് നടത്തിയിരുന്നത്. നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചകളായിരുന്നു. അപ്പോൾ ഇന്ന് പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ എന്തൊക്കെയാണ് TVK-യുടെ ഇനിയുള്ള നടപടികൾ എന്ന കാര്യത്തിലുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. എന്താണെങ്കിലും സംഭവബഹുലമായിട്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങൾ പുരോഗമിക്കുന്നത്. വിജയ് അധികാരത്തിൽ ഏറാനുള്ള സാധ്യതകൾ തുറന്നിടുന്ന തരത്തിലേക്ക് തന്നെയാണ് നിലവിലെ ചർച്ചകൾ പുരോഗമിക്കുന്നത്. തീർച്ചയായും വിജയ് അധികാരത്തിലേറുവാനുള്ള സാധ്യതകൾ തന്നെയാണ് അവിടെ കാണുന്നത് എന്ന് പറയുമ്പോഴും ഇനിയിപ്പോൾ ഈ ചെറുപാർട്ടികളുടെ പിന്തുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതിൽ തന്നെ കോൺഗ്രസിന്റെ പിന്തുണ ഒരു അപ്രതീക്ഷിതമായ ചടുലമായ നീക്കമായിരുന്നു. പ്രത്യേകിച്ച് ദശകങ്ങളായി DMK-യുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ്, ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കുന്ന കോൺഗ്രസ്, അവിടെയാണ് കോൺഗ്രസ് ചില ഉപാധികളോടെ വിജയ്ക്ക് പിന്തുണ നൽകിയത്. അതിൽ DMK-ക്ക് കടുത്ത എതിർപ്പുമുണ്ട്. ഇനിയിപ്പോൾ ഈ മറ്റ് കക്ഷികൾ, ചെറു പാർട്ടികൾ, CPM-ഓ CPI-എമ്മോ CPIM-ഓ ലീഗോ ഒക്കെ ആകട്ടെ, അവരൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിലൊരു വ്യക്തത കൈവരുന്നുണ്ടോ? കാരണം ഒരു അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യമുണ്ട്. പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതില്ല ഇനിയും എന്നതാണ് DMK-യുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. തീർച്ചയായും ഇതിൽ DMK തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോഴും കീ ഹോൾഡർ എന്ന് നമുക്ക് പറയാൻ നിസ്സംശയം സാധിക്കും. കാരണം DMK-യുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ DMK-യുടെ മുന്നണിയിലുള്ള ചെറു കക്ഷികളാണ് വിജയെ പിന്തുണയ്ക്കാനുള്ള ആലോചനകളിൽ നടക്കുന്നത്. അതിൽ തന്നെ IUML-നെ സംബന്ധിച്ച് അവർ ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിച്ചാണ് ഇത്തവണ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് DMK വിട്ടുപോവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ആ കാരണത്താൽ തന്നെയാണ് IUML ഇത്തവണ മറ്റൊരു തീരുമാനത്തിലല്ല, സ്റ്റാലിൻ തീരുമാനിക്കുന്നത് പോലെ സ്റ്റാലിനൊപ്പം ഉറച്ചു നിൽക്കാനാണ് തീരുമാനമെന്ന അവരുടെ നിലപാട് പ്രഖ്യാപിച്ചത്. പക്ഷേ CPM-ഉം CPI-യും VCK-യും അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ചതുകൊണ്ട് തന്നെ അവർക്ക് നിലപാട് കുറച്ചുകൂടി എടുക്കാൻ എളുപ്പമുണ്ട്. അതോടൊപ്പം തന്നെ DMDK-യാണ് പിന്നീടുള്ള മറ്റൊരു ചെറു കക്ഷിയായിട്ടുള്ളത് ഈ DMK സഖ്യത്തിൽ. പക്ഷേ ഈ 3 CPM-ന്റെയും CPI-യുടെയും VCK-യുടെയും പിന്തുണ കിട്ടിയാൽ തന്നെ വിജയെ സംബന്ധിച്ച് അധികാരത്തിലെത്താൻ കഴിയുന്നൊരു സാഹചര്യം. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ADMK-യെ സംബന്ധിച്ച് അവർക്ക് 47 സീറ്റുണ്ട്. അവരുടെ സഖ്യകക്ഷികൾക്കെല്ലാം ചേർന്ന് 53 സീറ്റാണ് ഉള്ളത്. അതിൽ തന്നെ PMK-ക്ക് 4, AMM-ക്ക് 1, BJP-ക്ക് 1. സ്വാഭാവികമായിട്ടും
കോൺഗ്രസ് മറുവശത്ത് എത്തിയ സാഹചര്യത്തിൽ ഇനി ADMKയിലെ ഈ സഖ്യകക്ഷികളിൽ ചെറുകക്ഷികൾ ആരെങ്കിലും വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിരിക്കെ ADMKയിലെ ഒരു വിഭാഗം ഒരുപക്ഷെ വിജയെ പിന്തുണയ്ക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ADMKയിലെ നേതാക്കൾ ഒരു വലിയ വിഭാഗം MLA-മാരെ നിലവിൽ തന്നെ റിസോർട്ടിലേക്ക് മാറ്റിയതായിട്ടാണ്. സ്വാഭാവികമായിട്ടും തീർച്ചയായും അനുമോദിത ഇപ്പോഴിതാ വിജയുടെ വസതിയുടെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വിജയുടെ അനുഭാവികളാണ് വിജയ്ക്ക് വേണ്ടി அராஜகாட்சியை தூக்கி எறிவார் மக்கள். இன்று தமிழ்நாடு, நாளை இந்தியா திரும்பி பார்க்கிறவர்களுக்கு கூட்டணி வரணுமோ கூட்டணியா பேசுறதுக்கு தான் நான் வந்திருக்கேன். என் பேரு தான் விஜய். என் ஊரு கிருஷ்ணகிரி, தர்மபுரி. தாபா சிவன் என் மாமா, தாய் மாமா. கோபி ஷோரூம்ல இந்த வண்டியை எடுத்துட்டு நைட்டெல்லாம் தூக்கம் இல்லாம கஷ்டப்பட்டு உழைச்சு administer the vote. You can see now the man who came on a bike suddenly stopped his bike and shouting in front of Vijay resident. And that is ഇതാ അനുമോദ്, ഈ TVKയുടെ അനുഭാവികൾ അതോടൊപ്പം തന്നെ വിജയുടെ അനുഭാവികളൊക്കെയാണ് ശരിക്കും സിനിമയിലെ തളപതിയെ എങ്ങനെയാണോ അവർ തിയേറ്ററിൽ വരവേൽക്കുന്നത് അതേ തരത്തിൽ തന്നെയുള്ള വൈകാരികമാകുന്ന പ്രതികരണമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനമാണെങ്കിലും വികാരപ്രകടനങ്ങളിലൊക്കെ നമ്മളുമായി കേരളവുമായി വലിയ വ്യത്യാസമുണ്ട് തമിഴ് ജനതയ്ക്ക് എന്നതാണ്. അത്തരം പ്രതിഫലനങ്ങളാണ് നമ്മൾ കാണുകയും. അപ്പോൾ വിജയ്ക്ക് വേണ്ടി ആളുകൾ വലിയ തോതിൽ തെരുവിലേക്കടക്കം ഇറങ്ങുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമാണ് അവിടെ ആളുകളുടെ ശക്തിപ്രകടനത്തിനൊക്കെ അപ്പുറത്ത് ജയിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ബലം തന്നെയാണ് സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാവുക. ഒരുപക്ഷെ ഈ ഘടക കക്ഷികളാകാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളവരുടെ ഒരു നിലപാട് അത് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? തീർച്ചയായും അഭിലാഷ്, ഇന്ന് വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. CPM-ന്റെ നിലപാട് ഇത് വൈകുന്നേരത്തോടെ അറിയാൻ കഴിയും. വൈകുന്നേരമാണ് സംസ്ഥാന സമിതി യോഗം നടക്കുന്നത്. ഈ സംസ്ഥാന സമിതി യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവരുന്നതുണ്ടാകും. അതോടൊപ്പം തന്നെ CPI-യുടെ നിലപാട് ഇന്ന് വൈകുന്നേരത്തോടെ അറിയാൻ കഴിയും. VCK-യുടെ നിലപാടാണ്. VCK-യുടെ യോഗം ഉച്ചയ്ക്ക് ശേഷമാണ് ചേരുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഇതിൽ ഒരു കൃത്യമായ ചിത്രം തെളിയുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അനിശ്ചിതത്വം നീങ്ങുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് വിജയ്ക്കും ഉള്ളത്. പക്ഷേ വിജയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഭരണത്തിൽ കയറിയാലും അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് എങ്ങനെ ഈ DMK-യുടെ നിയന്ത്രണത്തിലേക്ക് മാറും എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. എന്താണെങ്കിലും വിജയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. DMK-യുടെ സഖ്യകക്ഷികളായിട്ടുള്ള CPM-ന്റെയും CPI-യുടെയും VCK-യുടെയും അവരുടെ തീരുമാനം അത് വളരെ നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം വിജയ്ക്ക് അനുകൂലമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം തന്നെ വിജയ് ഗവർണറെ കാണും, ഈ പിന്തുണ അറിയിച്ചുള്ള കത്ത് നൽകുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അത് ഈ ഒരു ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു പരിസമാപ്തി കുറിക്കുന്നതായിരിക്കും. പക്ഷേ അവിടെയും DMK-യുടെ ഒരു അദൃശ്യ നിയന്ത്രണം വിജയുടെ മേൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം DMK-ക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന സഖ്യകക്ഷികളാണ് CPM-ഉം CPI-യും VCK-യും ഒക്കെ. അപ്പോൾ വിജയെ പിന്തുണയ്ക്കുന്നതും DMK-യുടെ സ്റ്റാലിൻ്റെ അറിവോടെയും സമ്മതത്തോടെയാകും. അപ്പോൾ പാർട്ടിക്ക് ഭരണത്തിന് പുറത്താണെങ്കിലും ഭരണകർത്താക്കളെ നിയന്ത്രിക്കുവാൻ അതിലൂടെ DMK-ക്ക് സാധിക്കുന്നൊരു സാഹചര്യവും നിലവിൽ വരുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറം ഉള്ള നാടകീയമായ സംഭവങ്ങൾ എന്തെല്ലാം ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് ഓരോ ദിവസവും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്ന ഒട്ടേറെ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ നിറഞ്ഞ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ നിറഞ്ഞ സാഹചര്യമാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴും തുടരുന്നത്. എന്താണെങ്കിലും CPM-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നേതൃയോഗം തുടരുകയാണ്. അഭിലാഷ്. യെസ്, തമിഴ്നാട്ടിലെ അനിശ്ചിതത്വം അത് എപ്പോൾ അവസാനിക്കും എന്നതിൽ വ്യക്തതയില്ല. പ്രത്യേകിച്ച് TVK-ക്ക് ആരൊക്കെയാണ് പിന്തുണ നൽകുക എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ
കോൺഗ്രസ് മാത്രമാണ് പിന്തുണ നൽകുന്നത് എന്നതാണ്. മറ്റ് ചെറു കക്ഷികൾ കൂടി പിന്തുണച്ചാൽ മാത്രമേ വിജയിക്ക് അധികാരത്തിലേറാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ അംഗബലവുമായി വരൂ, അതിനുശേഷം സത്യപ്രതിജ്ഞ ചെയ്യൂ എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. അതാണിപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്.